നമ്മൾ ഏറ്റവും ആദ്യം കരിയർ ഒബ്ജക്റ്റീവാണ് പൊതുവെ ആൾക്കാർ കൊടുക്കുക. സീക്കിങ് എ ചലഞ്ചിങ് പൊസിഷൻ, അങ്ങനെ കുറച്ച് റെഗുലർ സെന്റൻസ് തുടങ്ങുന്ന കരിയർ ഒബ്ജക്റ്റീവുകൾ കാണാറുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ട് ഒരു സമ്മറി കൊടുക്കുക. ഇന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ്, വിത്ത് ഇന്ന സ്കിൽസ്, ഇത്ര മാസത്തെ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ഉണ്ട്, ഇന്ന ടൂൾസ് അല്ലെങ്കിൽ ടെക്നിക്സ് അറിയാം തുടങ്ങിയ രീതിയിൽ ആ റെസ്യൂമിയുടെ ഒരു രത്ന ചുരുക്കമായിട്ട് നമ്മളുടെ ഒരു കണ്ടന്റ് സമ്മറിയായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. സോ കരിയർ ഒബ്ജക്റ്റീവിനെക്കാട്ടിലും എപ്പോഴും വർക്ക് ചെയ്യുക ഒരു കരിയർ സമ്മറിയാണ്, ഒരു പ്രൊഫൈൽ സമ്മറിയാണ്. അപ്പോൾ അത് ഏറ്റവും മുകളിൽ കൊടുക്കുക. ഈ ഒരു തരത്തിൽ നമ്മൾ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുക. ഈ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു റെസ്യൂമെ ഒരു ക്ലീൻ ഫോർമാറ്റിൽ കഴിവതും ഒരു ട്രഡീഷണൽ റെസ്യൂമെ ആയിട്ട് തന്നെ തയ്യാറാക്കുക. ഒരു ഫാൻസി ടെംപ്ലേറ്റ് ഉപയോഗിക്കുന്ന ഒഴിവാക്കുക. ആൻഡ് മേജർ തിങ്, ഒരു ഫ്രഷറെ സംബന്ധിച്ച് റെസ്യൂമെയിൽ വരുത്തുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി ചെറിയ 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 മിസ്റ്റേക്സ് ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്സും ഗ്രാമാറ്റിക്കൽ എറേഴ്സും ഒക്കെ. അതൊന്ന് പ്രൂഫ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതും കൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങളെല്ലാം സ്മൂത്തായി. സോ ആപ്ലിക്കേഷൻസ് അയക്കുന്ന സമയത്ത് വിൽ ഗെറ്റ് ബെറ്റർ റിസൾട്ട്സ്.